ഹലോ എവരിവൺ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗാർണർ വേഴ്സസ് മുറേ റൂൾ. നമ്മളെവിടെയൊക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് പഠിക്കുന്നോ അവിടെ എല്ലാം നമ്മൾ കാണുന്നൊരു സാധനമാണ് ഈ ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾ എങ്ങനെ ആപ്ലിക്കബിൾ എന്ന് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ പറയുന്നു, എന്തുകൊണ്ട് ഈ ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്നൊരു സംഗതി നമ്മുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്താണ്? ഇതിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബിസിനസ്സിനൊരു കടം വന്നാൽ അത് ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അയാളെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ആ കടം വീട്ടേണ്ടി വരും. അതായത് ബിസിനസ് ഉണ്ടാക്കിയ ലോസ് നമ്മുടെ കയ്യിലിരിക്കുന്ന തുകയേക്കാളും വലുതാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ലോസ് മീറ്റ് ചെയ്യേണ്ടി വരും. ബിസിനസ് നമ്മൾ ഒരു കമ്പനി ടൈപ്പ് ബിസിനസ്സിലൊന്നും ഈ പറഞ്ഞ പ്രശ്നമില്ല. അവിടെയൊക്കെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ലയബിലിറ്റി? അൺലിമിറ്റഡ് ലയബിലിറ്റികളാണ് എവിടെയുള്ള പാർട്ണർഷിപ്പ് ടൈപ്പ് ഓഫ് ബിസിനസ്സിലുള്ളത്. അപ്പോൾ ഈ ഗാർണർ വേഴ്സസ് മുറേ റൂൾ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പാർട്ട്നേഴ്സിലൊരാൾ എന്തായി പോവുകയാണ്? ഇൻസോൾവൻ്റായി പോവുകയാണ്. ഇൻസോൾവൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പാർട്ണർഷിപ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിലൊരാൾ ഇൻസോൾവൻ്റായി പോവുകയും അയാൾ നമ്മളെ ബിസിനസ്സിന് എന്ത് ചെയ്തു? കടമുണ്ടാക്കി വയ്ക്കുകയും ചെയ്തു. ആ ലോസ് ഉണ്ടല്ലോ, ആ ഒരാൾ ഉണ്ടാക്കി വെച്ച ലോസ് എന്ത് ചെയ്യണം? വേറെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവർ വീതിച്ചെടുക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. പൊതുവേ എന്താണ് അവസ്ഥ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ABC എന്ന് പറയുന്ന 3 ആൾക്കാർ ചെയ്യുന്നൊരു ബിസിനസ് ചെയ്തു. അതിൽ B ഒരു ലോസ് ഉണ്ടാക്കി. ബീൻ്റെ ഷെയർ ലോസ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ബീന് കിട്ടേണ്ടിയിരുന്ന പങ്ക് ലോസാണ് വെച്ചാൽ അയാളുടെ ക്യാപിറ്റൽ ബാലൻസിനേക്കാൾ കൂടുതൽ ആ കമ്പനിക്കാണ് ലോസ് ഉണ്ടായി. Aക്കും Cക്കും ലോസ് തന്നെയാണ് ഉണ്ടായത്. കാര്യം നമ്മൾ ലോസ് അല്ലേ നമ്മൾ വീതിച്ച് 3 പേർക്ക് കൊടുത്തപ്പോൾ Aക്കും Cക്കും ആ ലോസിനെ മീറ്റ് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരുന്നു. ബിയുടെ ക്യാപിറ്റലും കടന്നുപോയി. എന്തെന്ന് പറയുന്നത്? ബിസിനസ്സിനുണ്ടായ ലോസിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബി എന്ത് ചെയ്യേണ്ടി വന്നു? വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. അതാണ് അവസ്ഥ. പക്ഷേ അതേസമയം ബി എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ നമുക്ക് കേസ് മനസ്സിലായല്ലോ. ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യേണ്ടി വന്നു? വീട്ടിൽ നിന്ന് അയാളുടെ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത തുക കൂടാതെ അയാൾ വേറെന്തോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഞാൻ പ്രയോഗം പറയുന്നുണ്ടെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റ് കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ബി എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ്? ഇൻസോൾവൻ്റ് ആണ്, അഥവാ പാപ്പരാണ്. അയാളെ എന്തില്ല? ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ടൊന്നുമില്ല. അയാൾ ആകെപ്പാടെ സാമ്പത്തികമായി തകർന്ന് നിൽക്കുകയാണെന്ന് കോടതി തെളിയിച്ചു കഴിഞ്ഞു. കോടതി അയാളെ ഇൻസോൾവൻ്റായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അയാളെ ചെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. നീ ആ നഷ്ടം നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനൊന്നും പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്തേ പറ്റൂ? നമ്മുടെ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ബാക്കി നിൽക്കുന്ന Aയും Cയും അല്ലേ? അപ്പോൾ ബി സഹിക്കേണ്ട നഷ്ടത്തിന് അയാൾക്ക് സഹിക്കാനുള്ള ശേഷി ഇല്ലാത്തതിനാൽ Aയും Cയും കൂടെ എന്ത് ചെയ്യും? വീതിച്ച് സഹിക്കും. അതായത് ബി കൊണ്ടുവരേണ്ടിയിരുന്നത് 10,000 രൂപയായിരുന്നെങ്കിൽ Aയും Bയും കൂടെ വീതിച്ച് കൊണ്ടുവരും. ഇത് പൊതുവേ ഉള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, Aയും Cയും കൂടെ വീതിച്ച് കൊണ്ടുവരും. ഇത് പൊതുവേ ഉള്ളൊരു സിറ്റുവേഷനാണ്. ഇവിടെ ഈ ഗാർണർ വേഴ്സസ് മുറേ റൂൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു, ബി സഹിക്കേണ്ടിയിരുന്ന നഷ്ടമായിരുന്നു. അയാൾ ഇൻസോൾവൻ്റ് ആയതുകൊണ്ട് അയാൾക്ക് നഷ്ടം സഹിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് Aയും Cയും കൂടെ നഷ്ടം സഹിക്കുന്നു. Aയും Cയും കൂടെ വീതിച്ച് ആ 10,000 കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഗാർണർ വേഴ്സസ് മുറേ റൂൾ പറയുന്ന കാര്യം ഇതാണ്. എങ്ങനെയായിരിക്കും ഈ 10,000 Aയും Cയും കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. Aയും Cയും കൂടെ ഈ 10,000 എങ്ങനെ കൊണ്ടുവരണമെന്നാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ പറയുന്നത്. ഒന്നേ ഉള്ളൂ, അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ. ഓക്കെ, ഏറ്റവും അവസാനമുള്ളവരുടെ ക്യാപിറ്റൽ എന്താണോ ആ ക്യാപിറ്റലിൻ്റെ റേഷ്യോയിലായിരിക്കും Aയും Cയും എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ബി സഹിക്കേണ്ടിയിരുന്ന ലോസ് സഹിക്കേണ്ടത്. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഈ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിൽ ആ റേഷ്യോയിൽ ഷെയർ ചെയ്യാനുള്ള ഒറ്റ കാര്യമേ എന്തുള്ളൂ? ഗാർണർ വേഴ്സസ് മുറേ റൂൾ. ബാക്കി എല്ലാം ഒരു കോമൺ സിറ്റുവേഷനാണ്. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ ഗാർണർ വേഴ്സസ് മുറേ റൂളിന് വേണ്ടത്തക്കതായ മാറ്റങ്ങൾ നേരത്തെ നമ്മൾ സിമ്പിൾ ഒരു റിവാലുവേഷൻ അക്കൗണ്ട് ക്വസ്റ്റ്യൻ കണ്ട അതേ സാധനം തന്നെയാണ് ഈ ക്വസ്റ്റ്യന് വേണ്ട മാറ്റങ്ങൾ ഇതിൻ്റെ അടുത്ത് വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. രവി, ലാൽ ആൻഡ് രാജു സ്റ്റാർട്ടഡ് എ പാർട്ണർഷിപ്പ് ഫോം. ഓക്കെ, അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. ഇൻസോൾവൻസി കാരണം, രാജുവിൻ്റെ ഇൻസോൾവൻസി കാരണം നമ്മൾ എന്ത് ചെയ്തു?
പാർട്ട്ണർഷിപ്പ് അടച്ച് പൂട്ടാമെന്ന് വിചാരിച്ചു. കാര്യം ഇനി ഇവർ മൂന്നുപേർക്കും തുടർന്ന് പോകാൻ പറ്റത്തില്ല. കാര്യം ഇയാൾക്ക് നഷ്ടം സഹിക്കാനൊന്നിനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഈ പാർട്ട്ണർഷിപ്പ് തുടരുന്നില്ല. നമ്മളെ ഈ 3 പേരിൽ രാജു എന്തായി പാപ്പരായിപ്പോയി. ഇപ്പോൾ പാപ്പരായിപ്പോയ രാജുവിൻ്റെ കാരണം കൊണ്ട് എന്ത് ചെയ്യുകയാണ്, പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുകയാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ച ആ വർഷം അവസാനത്തെ അവരുടെ ബാലൻസ് ഷീറ്റ് ഇതായിരുന്നു. 37,500 രൂപയുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് ആയിട്ട് ഇവർക്ക് 24,000 രൂപയുണ്ട്. രവിയുടെ ക്യാപിറ്റൽ, രവിക്കൊരു 12,500 രൂപയുണ്ട്. ലാലിനൊരു 20,000 ഉണ്ട്. ക്യാഷ് ആയിട്ട് ബിസിനസ്സിൻ്റെ 20,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000. ഡെപ്റ്റേഴ്സ് 3,600. മെഷീനറി 10,400. എന്നിട്ട് നോക്കിയടാ, രാജുവിൻ്റെ ക്യാപിറ്റൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അസറ്റിൻ്റെ കൂടെയാണ്. അസറ്റിൻ്റെ കൂടെ ക്യാപിറ്റൽ വന്നാൽ അതിനർത്ഥം എന്താ, അത് നെഗറ്റീവ് ക്യാപിറ്റലാണ്. അതായത് അയാൾക്ക് 25,000 രൂപ എന്ന് പറയുന്നത് അയാൾക്ക് ക്യാപിറ്റലായിട്ട് ക്ലെയിം ചെയ്യാമെന്നല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, രാജു ബിസിനസ്സിലേക്ക് 25,000 രൂപ തരാനുണ്ടെന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓണറിന് ബിസിനസ്സിന് മേലുള്ള ക്ലെയിമിൻ്റെ ഫിനാൻഷ്യൽ നമ്പേഴ്സിൽ കാണിക്കുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, രവിയുടെ ക്യാപിറ്റൽ 12,500 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ ഒരു ഡേറ്റ് വരെ നോക്കുമ്പോൾ രവി എന്ന് പറയുന്ന മനുഷ്യന് ഈ പാർട്ണർഷിപ്പിൽ നിന്ന് 12,500 രൂപ വരെ എടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഓക്കെ, അതേപോലെ ലാലിന് എത്ര എടുത്തുകൊണ്ട് പോകാനുള്ള അവകാശമുണ്ട്, 20,000 വരെ ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ ക്ലെയിമാണ് നമ്മൾ ക്യാപിറ്റലിൽ കാണിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് അവർ ആ കാത്തിരുന്ന് ബിസിനസ്സിൻ്റെ കൂടെ നിന്നപ്പോൾ അവരുടെ പ്രോഫിറ്റ് കയറിപ്പോയി, ഇടയ്ക്ക് വെച്ച് അവരെന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയത് റെഡ്യൂസ് ചെയ്ത്, അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് എത്തുമ്പോൾ അവർക്ക് ഈ ബിസിനസ്സിന് മേൽ എന്ത് ക്ലെയിം ഉണ്ടോ അതിനാണ് നമ്മൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈബിലിറ്റി ആയിട്ട്, ബിസിനസ്സിൻ്റെ ലൈബിലിറ്റി ആയിട്ട് കാണിച്ചത് എന്തുകൊണ്ടാണ്, ബിസിനസ്സിന് ഈ പറഞ്ഞ തുക അറ്റ് എനി മൊമെൻ്റ് ഡിമാൻഡ് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇവിടെ നേരെ തിരിച്ച് അസറ്റായിട്ട് രാജുവിൻ്റെ കാണിക്കാൻ കാര്യം എന്താ, ഇവർക്ക് റിസീവബിൾ ആയിട്ടുള്ള ബിസിനസ്സിന് കിട്ടാൻ യോഗ്യതയുള്ള ഒരു എമൗണ്ടാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിതിൽ പറഞ്ഞത്. പിന്നെ രാജു കഴിഞ്ഞിട്ട് പ്ലാന്റ് 23,000 ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് അവർ പറയുന്നു ഈ റിയലൈസേഷൻ, അതായത് നമ്മൾ എന്തായാലും അടച്ചു പൂട്ടാണല്ലോ, അപ്പം ഡിസൊല്യൂഷൻ എപ്പോഴും ഒരേ പ്രൊസീജിയറാണ്. റിയലൈസേഷന് വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചിലവുണ്ടായി, 2,500 രൂപയുടെ ചിലവുണ്ടായി. ക്ലോസിംഗ് സ്റ്റോക്ക് 10,500 രൂപയ്ക്കും ഡെപ്റ്റേഴ്സ് 2,400 രൂപയ്ക്കും റിയലൈസ് ചെയ്തു. റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ നമുക്ക് നല്ലതുപോലെ അറിയാം. ഇല്ലാത്തവർ നേരത്തെ വീഡിയോ ഒന്ന് കാണുക. മറ്റുള്ള അസറ്റുകളെല്ലാം നമ്മൾ 55,000 രൂപയ്ക്ക് റിയലൈസ് ചെയ്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ദ പാർട്ട്നേഴ്സ് അഗ്രി ടു ഷെയർ ലോസ് ആസ് പെർ ദി ഗാർണർ വേഴ്സസ് മുറിയ റൂൾ. അപ്പോൾ ആ 2 ആൾക്കാരും കൂടി എന്ത് ചെയ്യാൻ പോവാണ്, ഇനി വരുന്ന ലോസ്, ആ ഇൻസ്റ്റോൾമെൻറ്റ് പാർട്ട്ണർ കാരണം വരുന്ന ലോസിനെ ഗാർണർ വേഴ്സസ് മുറിയ റൂൾ, വേറെ ഒന്നുമില്ല, അവരുടെ ക്യാപിറ്റലിൻ്റെ റേഷ്യോ എന്താണോ അതിൽ ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞു, ഒരു സാധാരണ ഡിസൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്ത് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ, ആ ഒരു റേഷ്യോ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. ഒക്കെ ബാക്കിയെല്ലാം ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ്. ആ ഒരു ഏരിയയിൽ മാത്രം നമുക്കൊന്ന് എംഫസൈസ് ചെയ്ത് പോയാൽ മതി. കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഏതാണ്ട് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഗാർണർ വേഴ്സസ് മുറിയ റൂളിലേക്ക് എത്തിക്കാനുള്ള വ്യത്യാസം മാത്രമേ എത്തിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആസ് യൂഷ്വൽ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ആദ്യം എന്ത് ചെയ്യണം നോക്കിയടാ, നമ്മുടെ അസറ്റുകളെല്ലാം, ഓക്കെ, രാജുവിനെ ഒന്ന് എടുത്ത് കളയല്ലേ, രാജുവൊക്കെ ക്യാപിറ്റലാണ്, അല്ല നമുക്ക് വിറ്റ് പണമാക്കാൻ പറ്റുന്ന അസറ്റുകളെല്ലാം എടുക്കുക. റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് എടുക്കാൻ പറ്റത്തില്ല, ക്യാഷിന് വിറ്റ് പൈസ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ക്യാഷും രാജു ഒഴിച്ച് ബാക്കി എല്ലാ അസറ്റുകളും എടുക്കുക. ഇവിടെയുള്ള ലയബിലിറ്റികൾ എടുക്കുക. ലയബിലിറ്റികൾ എടുക്കുക എന്ന് പറയുമ്പോൾ ലാലും രവി എന്താണ്, ലയബിലിറ്റി ആണെങ്കിൽ കൂടി ക്യാപിറ്റലാണ്, അത് എടുക്കരുത്. ക്യാപിറ്റൽ റിസർവ് ആർക്ക് അവകാശപ്പെട്ടതാണ്, ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ്, അത് നമ്മൾ കൊടുത്തു തീർക്കാൻ ഇപ്പോൾ പോകുന്നില്ല. ഔട്ട്സൈഡേഴ്സിനുള്ള കടങ്ങൾ എടുക്കുക. ഓക്കെ, ക്രെഡിറ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ബിൽസ് പേയബിൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുമല്ലോ, അതൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് അസറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിലേക്ക് ലയബിലിറ്റി ഫോർവേഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്, ഈ പറഞ്ഞ ക്രെഡിറ്റേഴ്സിനെ നമ്മളുടെ ബുക്കിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുകയാണ്, ഈ പറഞ്ഞ അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് സമയം കളയുന്നില്ല. ആദ്യത്തെ പ്രൊസീജിയർ അതാണ്. അസറ്റുകളെയും ലയബിലിറ്റികളെയും, അതായത് നമുക്ക് വിറ്റ് പൈസ ആക്കാൻ പറ്റുന്ന അസറ്റുകളെയും കൊടുത്തു തീർക്കേണ്ട കടങ്ങളെയും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുക. മാറ്റിക്കഴിഞ്ഞിട്ട് ആദ്യം നോക്കേണ്ടത് എന്താണ്, ഇത് റിയലൈസേഷൻ്റെ എക്സ്പെൻസാണ് ആദ്യം തന്നേക്കുന്നത്. അതെവിടെ വരും നോക്കിയേ, എക്സ്പെൻസ് അല്ലേ. അപ്പം ജേർണൽ എൻട്രി എന്തായിരിക്കും ഇവിടെ, റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു
ക്യാഷ് എന്നായിരിക്കും. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് എഴുതി ഈ എമൗണ്ട് എഴുതും. ഞാൻ ആൻസർ കാണിച്ചുതരാം. നമ്മൾ ചെയ്തിട്ടുള്ളതാണെന്നും അതുകൊണ്ട് വലിയ അത്യാവശ്യമില്ല. അതേപോലെ ഈ പറഞ്ഞ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കും ഡെപ്റ്റേഴ്സ് റിയലൈസ് ചെയ്ത് ഈ പറഞ്ഞ തുക കിട്ടി. പിന്നെ ബാക്കിയുള്ള അസറ്റുകൾ വിറ്റ് 55,000 കിട്ടി. അപ്പോൾ മൊത്തത്തിൽ 10,500 പ്ലസ് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ എമൗണ്ടുകളാണ്. 2,400 പ്ലസ് 55,000 ടോട്ടൽ 900, പിന്നെ 67,900 രൂപ. ഇങ്ങനെ കിട്ടി നമുക്ക് അസറ്റുകൾ വിറ്റ് കിട്ടി. നമ്മൾ പറഞ്ഞു നമ്മൾ അസറ്റുകൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ അസറ്റുകൾ വിറ്റ് കിട്ടിയ പൈസ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ലൈബിലിറ്റി നമ്മൾ എഴുതിയിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ ചിലവാക്കിയത് ഡെബിറ്റ് സൈഡിൽ വരും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഓർക്കുക, വി റൈറ്റ് ഡൗൺ അസറ്റ്സ്. അസറ്റുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ലൈബിലിറ്റികൾ എഴുതി. അസറ്റ് സെൽ ചെയ്ത് കിട്ടിയ ക്യാഷ് ഇവിടെ എഴുതി. ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ ചിലവാക്കിയ ക്യാഷ് ഇവിടെ എഴുതി. അതേപോലെ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസിനുള്ള ക്യാഷും ഇവിടെ എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? എല്ലാ പ്രാവശ്യം ചെയ്തു നോക്കും പോലെ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ഹയസ്റ്റ് ടോട്ടൽ നമ്മൾ താഴെ എഴുതുന്നു. എന്നിട്ട് എവിടെയാണോ നമ്മൾ ബാലൻസ് വരേണ്ടത്, അതായത് ഇവിടെ ഇപ്പോൾ ഹയസ്റ്റ് ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ബാലൻസ് വരേണ്ടത്. നമ്മളത് ക്യാപിറ്റലിലേക്ക് വീതിച്ചു കൊടുക്കുന്നു. ഡെബിറ്റ് സൈഡിൽ വന്നുകൊണ്ട് അത് എന്തായിരിക്കും? നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കും. നോക്കാം അതിൻ്റെ ആൻസർ എങ്ങനെ വരും നോക്കാം. ഓക്കേടാ, നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ അസറ്റുകളെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000, ഡെപ്റ്റേഴ്സ് 3,600, മെഷീനറി 10,400, പ്ലാന്റ് 23,000. അത്ര എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആകെപ്പാടെയുള്ള ഔട്ട്സൈഡ് ലൈബിലിറ്റി ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്താണ്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. 37,500 എഴുതി. ഇനി നമ്മൾ എന്തിനൊക്കെ പൈസ ചിലവാക്കി? റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കാൻ ചിലവാക്കി. ഓഫ് കോഴ്സ് ക്രെഡിറ്റേഴ്സിനുള്ള പൈസ നമ്മൾ കൊടുത്തേ പറ്റൂ. അതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിടത്തും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ അസറ്റ് വിറ്റു പൈസ ആക്കി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിന് കൊടുത്തത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അറിയുക, ക്രെഡിറ്റേഴ്സിനുള്ള പൈസ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ പോലെ അത് നമ്മളവർ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഓർമ്മിച്ച് എഴുതേണ്ട കാര്യമാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത പൈസ ഇവിടെ എഴുതി. ഇവിടെ നമ്മൾ എന്ത് എഴുതാണ്? ഈ പറഞ്ഞ പോലെ ക്യാഷ്, അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷ് എഴുതി. അസറ്റ് ഇവിടെ വന്നുകൊണ്ട് അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷ് ഇവിടെ വരും. ലൈബിലിറ്റീസ് ഇവിടെ വന്നുകൊണ്ട് ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ ചിലവാക്കിയ ക്യാഷ് ഇവിടെ വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയപ്പോൾ നമ്മുടെ ബിസിനസ്സിന് എന്ത് വന്നു? പ്രോഫിറ്റ് വന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ സൈഡ് 1,05,400 ഉണ്ട്. ഇവിടെ 1,05,000 എന്ത് കുറവ് വരും? ഒരു 16,000 കുറവ് വരും. ഓക്കെ, ഈ 16,000 കുറവിന് 16,000 കുറവ് വന്നതിന് കാര്യം എന്താ? വി ഹാവ് മെയ്ഡ് എ പ്രോഫിറ്റ്. ഈ റിയലൈസേഷൻ പ്രോസസ്സിലൂടെ നമ്മുടെ ബിസിനസ് എന്താ ചെയ്ത? ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി 16,000 രൂപയുടെ. ഈ 16,000 ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയ 3:2:1 നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കും. 3:2:1 അല്ലേ ഇവിടെ റേഷ്യോ? ഓക്കെ, 3:2:1 ഒന്ന് ഷെയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ എമൗണ്ടുകൾ വരും. ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ വീണ്ടും അതിൽ സമയം കളയുന്നത്. നമുക്ക് ഗാർണർ വേഴ്സസ് മൊറേ റൂൾ അറിയുക എന്നതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പായ റിയലൈസേഷന് 3 സ്റ്റെപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പായ എന്ത് ചെയ്തു? നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു. ഇനി വരയ്ക്കേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, അവസാനം ക്യാഷ് അക്കൗണ്ട് വരയ്ക്കും. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഈക്വൽ ടു ക്രെഡിറ്റ് സൈഡ് വന്നാൽ നമ്മൾ ചെയ്തത് ശരി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കി. പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മുടെ ആർക്ക് കൊടുത്തു? എല്ലാവർക്കും കൊടുത്തു. ഓർമ്മിക്കുക, ഇവിടെ ഇൻസ്റ്റോൾമെൻ്റ് ആണെന്ന് പറഞ്ഞ് മറ്റവന് കൊടുക്കാതിരിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്. ഇനി നമ്മൾ ഇതിനെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ എങ്ങനെ ബാധിക്കും നോക്കാം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒറ്റ അക്കൗണ്ട് വരയ്ക്കും. വേറെ വരയ്ക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെ പേപ്പറിൽ സ്ഥലമില്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നതിലും തെറ്റില്ല. കാര്യം നമുക്ക് പെർട്ടിക്കുലേഴ്സ് എല്ലാവർക്കും സെയിം ആണ്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ പെർട്ടിക്കുലേഴ്സ് 3 എമൗണ്ട് കോളം, ബിക്കോസ് വി ഹാവ് 3 പാർട്ട്നേഴ്സ്. ഓരോ സെയിം പർട്ടിക്കുലർ 3 പേർക്ക് 3 എമൗണ്ട് ആയിരിക്കും. അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഏറ്റവും ആദ്യം ബാലൻസ് ഷീറ്റ് നോക്കുക.
ഓക്കെ, ഇവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ പറയുന്നുണ്ട്. രവിക്ക് 12,500, ലാലിന് 20,000. ശ്രദ്ധിക്കുക, രാജുവിൻ്റെ ക്യാപിറ്റൽ പറയുന്നുണ്ട് അസറ്റ് സൈഡിലാണ്. അതിനർത്ഥം എന്താ? നെഗറ്റീവ് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റലിന് പൊതുവെ എന്ത് ബാലൻസ് ആണടാ? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അല്ലെങ്കിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതുക. ഓക്കെ, ഓപ്പണിംഗ് അല്ലേ, ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതി. രവിക്ക് ഇവിടെ എന്ത് എഴുതുക? 12,500 എഴുതുക. ഇവിടെ 20,000 ലാലിന് എഴുതുക. രാജുവിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതരുത്. കാര്യം ഇവിടെ എഴുതിയാൽ 25,000 അയാൾക്ക് ബിസിനസ്സിന്മേൽ ക്ലെയിം ഉള്ളതുപോലെ ആയിപ്പോകും. നേരെ തിരിച്ചല്ലേ, ബിസിനസ്സിന് അയാൾക്ക് മേലെ 25,000 ക്ലെയിം ഉള്ളത്. അയാളാണ് ബിസിനസ്സിന് എത്ര തരാനുള്ളത്? 25,000 തരാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? രാജുവിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതരുത്. പകരം ഡെബിറ്റ് സൈഡിൽ ഒന്നും കൂടെ ബാലൻസ് ബ്രോട്ട് ആണെന്ന് എഴുതി അവിടെ വേണം രാജുവിൻ്റെ 25,000 കാണിക്കാൻ. ഓക്കെ, അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കുക, വെറുതെ കാണാതെ പഠിച്ച് പോകരുത്. ഓക്കെ, ബാലൻസ് ബ്രോട്ട് ഡൗൺ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് നമുക്കുള്ളതെന്ന് നോക്കാം. ക്യാപിറ്റൽ റിസർവ് എടുക്കാൻ മറക്കരുത്. ആരും പറഞ്ഞു തരത്തില്ല. ക്യാപിറ്റൽ റിസർവ് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ്. അവർക്ക് പല വർഷങ്ങളായിട്ട് കിട്ടേണ്ടിയിരുന്ന പ്രോഫിറ്റിനാണ് ഇല്ല നമുക്ക് മാറ്റി വയ്ക്കാം, നാളെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അവർ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇനി ബിസിനസ് അടച്ചു കൂട്ടി പോകുമ്പോൾ അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണേഴ്സിന് തന്നെ അവകാശപ്പെട്ടതാണ്. അതിനെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വിരിച്ചു കൊടുക്കുക. അവിടെ നമ്മൾ എന്ത് ചിന്തിക്കുന്നില്ല? സോൾവൻ്റ് ആണോ ഇൻസോൾവൻ്റ് ആണോ ഇവൻ കടം ഉണ്ടാക്കി വെച്ചതിനാണോ ഒന്നും ചിന്തിക്കുന്നില്ല. പണ്ട് അയാൾ നല്ലപോലെ ഇരുന്നപ്പോൾ നമ്മൾ എഗ്രി ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അയാൾക്ക് കൊടുക്കാതിരിക്കുന്നതിൽ ന്യായമൊന്നുമില്ല. നമ്മളിവിടെ എന്ത് എഴുതുന്നു? ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതുന്നു. നേരത്തെ എഴുതി മാഞ്ഞു പോയിട്ടുണ്ട്, മറക്കുമല്ലോ. ഇവിടെ എന്തുണ്ട്? അതിനെ ഒന്നുകൂടെ കാണിച്ചു, പേടിക്കേണ്ട. ബാലൻസ് ക്യാരിയർ ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് 24,000 രൂപ. ഈ 24,000 രൂപേനെ എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യും. ഞാൻ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതേ എമൗണ്ട് തന്നെയായിരുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 24,000 3:2:1 ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? 3 + 2 + 1 എത്രയാണ്? 6. 3/6, 2/6, 1/6. 3/6 എന്ന് പറഞ്ഞാൽ 1/2, 2/6 എന്ന് പറഞ്ഞാൽ 1/3, 1/6 അങ്ങനെയാണ്. അപ്പോൾ 24,000 ഡിവൈഡഡ് ബൈ 6 എത്രയാണോ അതാർക്ക് പോവും? രാജുവിന് പോവും. 24,000 ഡിവൈഡഡ് ബൈ 3 എത്രയാണോ അതാർക്ക് പോവും? ലാലിന് പോവും. 24,000 ഡിവൈഡ് ബൈ 2 എത്രയാണോ അത് രവിക്ക് പോവും. അതായത് നമ്മുടെ ക്യാപിറ്റൽ റിസർവ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 24,000 ഡിവൈഡ് ബൈ 2 12,000 രവിക്ക് പോവും. ബൈ 3 8,000 ഇയാൾക്ക് പോവും. ബൈ 6 4,000 ഇയാൾക്ക് പോവും. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് നമ്മളങ്ങനെ വീതിച്ചു കൊടുത്തു. ഇനി എന്താ ഉള്ളത്? ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വേറെ ഒന്നും ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല. പിന്നെ നമുക്കറിയാം റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടിൽ എവിടെ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവരുടെ പ്രോഫിറ്റ് പറയുന്നുണ്ട്. ഈ പ്രോഫിറ്റ് നമ്മളെവിടെ കാണിക്കണം? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുക്കണം. കാര്യം ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ പ്രോഫിറ്റ് ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഇവിടുത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുന്നു. ഒന്നും ഓർക്കണ്ട, ഡെബിറ്റിലാണോ ക്രെഡിറ്റാണോ വരുന്ന ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് ഉണ്ടാവാം. ഇവർക്ക് ബെനിഫിറ്റ് ആണോ അല്ലേ നോക്കുക. ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ എവിടെ എഴുതുമായിരുന്നു? നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുമായിരുന്നു. പക്ഷേ ഇവർക്ക് ബെനിഫിറ്റാണ്, ഇവരുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് ഈ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റിയലൈസേഷൻ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടവർക്ക് വേണ്ടി എടുത്ത് പറയുകയാണ്. അവിടെ ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ എവിടെ എഴുതിയത്? ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇവിടെ റിയലൈസേഷൻ പ്രോഫിറ്റാണ്. റിയലൈസേഷൻ പ്രോഫിറ്റ് നമ്മൾ എവിടെ എഴുതുകയാണ്? ഇതാ ഇവിടെ 3 പേർക്കായിട്ട് വീതിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതൊരെന്ത് എഴുതി? ക്യാപിറ്റൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതി, ക്യാപിറ്റൽ റിസർവിനെ ഷെയർ ചെയ്ത് കൊടുത്തു, റിയലൈസേഷൻ പ്രോഫിറ്റ് എടുത്ത് എഴുതി. ഇനി എന്താണുള്ളതെന്ന് നോക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം. എന്താണ്? ഗാർണർ വാസസ് മുറേ റൂൾ അനുസരിച്ച്. ഓക്കെ, ഗാർണർ വാസസ് മുറേ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യുക? ഉണ്ടായ ലോസിനെ വീതിച്ചെടുക്കുക. എന്ത് ലോസാണ്? ഈ രാജു ഇൻസോൾവൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനുണ്ടായ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓൾറെഡി രാജു ബിസിനസ്സിന് എത്ര തരാനുണ്ട്? 25,000 തരാനുണ്ട്. ഈ 25,000 തരാനുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അയാൾക്ക് ഇപ്പോൾ എന്ത് കിട്ടി? 2 പ്രോഫിറ്റ് അങ്ങോട്ട് കിട്ടി. അപ്പോൾ ആ 2 പ്രോഫിറ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള 2 പാർട്ട്നേഴ്സ് സഹിക്കേണ്ട ലോസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. രാജുവിന് ഇപ്പോൾ എന്ത് കിട്ടി? 2 പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞത്, ഒന്ന് ഈ റിയലൈസേഷൻ നമ്മൾ ചെയ്തപ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ രാജുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എസ്, അപ്പോൾ രാജുവിന് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. അതേപോലെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് വീതിച്ച് കൊടുത്തില്ലേ, അവിടെ രാജുവിന് എന്ത് കിട്ടി? ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടിയില്ലേ. അപ്പോൾ ഈ പറഞ്ഞ 2 എമൗണ്ട് കുറച്ചിട്ട് ഈ പറഞ്ഞ 2 എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി എന്ത് ലോസ് ഉണ്ടോ അത് ആര് ഷെയർ ചെയ്തെടുക്കണം? നമ്മുടെ റിമൈനിങ് പാർട്ട്നേഴ്സ്, സോൾവൻ്റ് ആയിട്ടുള്ള റിമൈനിങ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കണമെന്നാണ്
ഗാർണർ വേഴ്സസ് മുറെ റൂൾ പറയുന്ന ഏത് റേഷ്യോയിൽ? പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിലല്ല, അവരുടെ ലാസ്റ്റ് എഗ്രീഡ് റേഷ്യോയിൽ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. പ്രോപ്പർ ആൻസർ എങ്ങനെ വരും എന്ന് തന്നെ കാണാം. ഓക്കെ, നോക്കിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പറഞ്ഞതുപോലെ ബാലൻസ് ബ്രോ ഡൗൺ എഴുതി. രവിക്കും ലാലിനും മാത്രമേ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയുള്ളൂ. നമ്മുടെ രാജുവിൻ്റെ ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയത്. ക്യാപിറ്റൽ ഷെയർ ചെയ്ത് കൊടുത്തു. 12,000, 8,000, 4,000 കിട്ടി. റിയലൈസേഷൻ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ കൊടുത്തു, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോക്കിയടാ, ഈ രാജു എന്ന് പറയുന്ന മനുഷ്യൻ 25,000 രൂപ ബിസിനസ്സിന് ലോസ് ഉണ്ട്. അയാൾക്ക് അല്ലെങ്കിൽ 25,000 അയാൾ ബിസിനസ്സിന് തരാനുണ്ട്. അയാൾക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? റിയലൈസേഷൻ, ഇത് നെഗറ്റീവ് എമൗണ്ടാണ്. റിയലൈസേഷൻ എമൗണ്ടിൽ നിന്ന് റിയലൈസേഷൻ്റെ പ്രോഫിറ്റായിട്ട് ഷെയറായിട്ട് 2,733 രൂപ കിട്ടി. അതേപോലെ അയാൾക്ക് ക്യാപിറ്റൽ റിസർവിൻ്റെ ഷെയറായിട്ട് ഒരു 4,000 കിട്ടി. അപ്പോൾ എത്രയാണ് അയാൾ ഇനി ഇങ്ങോട്ട് തരാനുള്ളത് നോക്കണം. നമുക്ക് കാൽക്കുലേറ്റർ തന്നെ നോക്കാം. ഓക്കെ, ഞാൻ മൈനസ് തന്നെ കൊടുക്കുകയാണ്. മൈനസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. -25,000. ഓക്കെ, -25,000 പ്ലസ് 4,000 പ്ലസ് 2,337. 2,337 ആണോ? നോക്കട്ടെ. 2,733 യെസ്, 2,733. അപ്പോൾ അയാൾ ബിസിനസ്സിനുണ്ടാക്കി വെച്ചേക്കുന്ന ലോസ് എന്ന് പറയുന്നത് 18,267 രൂപയാണ്. ഈ 18,267 രൂപേനെ ആര് ഷെയർ ചെയ്തെടുക്കണം? രാജു പോയിട്ട് ബാക്കിയുള്ള ലാലും രവിയും കൂടെ ഷെയർ ചെയ്തെടുക്കണം. എങ്ങനെ ഷെയർ ചെയ്യണമെന്നാണ്? അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിൻ്റെ റേഷ്യോയിൽ വേണം ഷെയർ ചെയ്തെടുക്കാൻ. നമുക്കിനി പാർട്ണർഷിപ്പ് അക്കൗണ്ട് കാണുമ്പോൾ അറിയാം അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ എന്താണെന്ന്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരുടെ ക്യാപിറ്റൽ 12,500ഉം 20,000ഉം അല്ലേന്ന് തോന്നും. അപ്പോൾ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തും കൂടെ നോക്കണം? അവർക്ക് കിട്ടിയ ആ പ്രോഫിറ്റിൻ്റെ ഷെയറും കൂടെ നോക്കണം. റിയലൈസേഷൻ പ്രോഫിറ്റ് എടുക്കണ്ട, അല്ലാതെയുള്ള ക്യാപിറ്റൽ റിസർവ് കിട്ടിയില്ലേ, അതും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ 22,500 ഈസ്റ്റു 20,000 ഇതാണ്, 28,000 ഇതാണ് ഇവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ. ഇതിനെ സോൾവ് ചെയ്ത് ഒരു എമൗണ്ടിൽ കൊണ്ട് നിർത്താം. കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണ്. അതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ അങ്ങ് റേഷ്യോ എടുക്കാം. ഇവരുടെ ലാസ്റ്റ് എഗ്രീഡ് എപ്പോഴും റേഷ്യോ സിംപ്ലസ്റ്റ് ഫോമിലെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. കണക്കിൻ്റെ റൂൾ ഞാൻ തെറ്റിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറയുകയാണ് 22,500 ഈസ്റ്റ് 28,000 എന്ന് തന്നെ എടുക്കാം ഈ റേഷ്യോ. അപ്പോൾ റേഷ്യോ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇവരുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് പ്ലസ് ക്യാപിറ്റൽ റിസർവിൻ്റെ ഷെയർ 12,500 പ്ലസ് 12,000 24,500 20,000 പ്ലസ് 8,000 28,000. ഈ ഒരു റേഷ്യോ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വന്ന ലോസിനെ, ആ ഒരു ലോസ് നമ്മളിപ്പോൾ കണ്ടല്ലോ, ആ എമൗണ്ടിന് ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലാലിൻ്റെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 24,500 പ്ലസ് രവിയുടേത് 28,000. അപ്പോൾ ഇവരുടെ റേഷ്യോ എങ്ങനെ വരും നോക്കിയടാ? 24,500 ഡിവൈഡഡ് ബൈ 52,500 ഈസ്റ്റു മറ്റവനെത്രയായിരുന്നു? 28,000 ഡിവൈഡഡ് ബൈ 52,500. ഇതായിരിക്കും ഇവരുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓരോ ഫ്രാക്ഷൻ ഇൻറ്റു നമ്മുടെ ലോസ് ചെയ്താൽ ഓരോരുത്തരുടെ ഷെയർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ലോസ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? 18,267 ഇതേ ഇൻറ്റു 24,500 നല്ലൊരു എമൗണ്ട് കിട്ടി, ഡിവൈഡഡ് ബൈ 52,500 8,524.6 8,525 എന്നെടുക്കാം. എന്താണ് ഈ 8,525? ഓർക്കുക, ഞാൻ കഥ ഒന്നേന്ന് പറയുകയാണ്. നമ്മുടെ ബിസിനസ് ആരെ കൊണ്ട്? ലാലുണ്ട്, രവിയുണ്ട്, പിന്നെ രാജു ഉണ്ട്. ഇതിൻ്റെ അകത്ത് രാജു എന്ന് പറയുന്ന ആൾ നമ്മൾ ബിസിനസ്സിൻ്റെ ലോസ് സഹിക്കേണ്ട ആളായിരുന്നു. അയാൾ ഇൻസോൾവൻ്റ് ആയിപ്പോയി. അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല ലോസ്, ഒന്നാമത്തെ പോയിൻ്റ്. അങ്ങനെ നമ്മൾ കമ്പനി അടച്ചു കൂട്ടുമ്പോൾ അയാളുടെ ലോസ് നമ്മൾ നോക്കിയപ്പോൾ അയാൾക്ക് ലോസ് ഉണ്ടെങ്കിലും ലോസിൻ്റെ കൂടെ അയാൾക്ക് 2 പ്രോഫിറ്റും കൂടെ കിട്ടി. ആ 2 പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം
അയാൾ 18,267 എന്ന് പറയുന്നൊരു ലോസ് ബിസിനസ്സിലുണ്ടാക്കി വയ്ക്കുന്നു. അത് സഹിക്കാനുള്ള കഴിവ് അയാൾക്കില്ല. ഇതാര് സഹിക്കുകയാണ്? നമ്മുടെ മറ്റ് 2 പാർട്ട്നേഴ്സ് സഹിക്കുകയാണ്. അവരെങ്ങനെ സഹിക്കും? ആ റേഷ്യോ എന്താണ്? ആ റേഷ്യോ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, അവരുടെ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലുള്ള റേഷ്യോ. ആ റേഷ്യോ പ്രകാരം ആദ്യത്തെ ആൾ ലാലാണെന്നാണ് എൻ്റെ വിശ്വാസം. അയാൾ എത്ര രൂപ സഹിക്കും? ഈ നമുക്ക് അതായത് നമ്മുടെ സഹിക്കേണ്ടിയിരുന്ന രാജുവിന് സഹിക്കാൻ പറ്റാതെ പോയാൽ, അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയ, അയാൾ ഇൻസോൾവൻസി വന്നതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ പോയ ലോസിൻ്റെ എന്ത് ഷെയർ ആദ്യത്തെ ആൾ എടുക്കും? അയാൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? അവൻ ഉണ്ടാക്കി വെച്ച നഷ്ടത്തിൻ്റെ, അല്ലെങ്കിൽ അവൻ സഹിക്കേണ്ടിയിരുന്ന നഷ്ടത്തിൻ്റെ 8,525 ആര് സഹിക്കാണിപ്പോൾ? ഫസ്റ്റ് പാർട്ണർ. റിമൈനിങ് പാർട്ണർ 2 പേരുള്ളതിൽ ആദ്യത്തെ ആൾ എത്ര സഹിക്കുകയാണ്? 8,525 സഹിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ആൾ എത്ര സഹിക്കുന്നു എന്നറിയാൻ റേഷ്യോ നോക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 18,267 നിന്ന് 8,525 8,525 കുറച്ചാൽ ബാക്കി 9,742 രൂപ. അതായത് ഇത് എന്ത് റേഷ്യോയിലാണ് നമ്മൾ വീതിച്ചെടുത്തതെന്ന് ഓർമ്മയുണ്ടല്ലോ? അവരുടെ ക്യാപിറ്റൽ, ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല. അപ്പോൾ നമ്മുടെ കഥയിൽ 3 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് സഹിക്കാൻ പറ്റാതെ പോയ ലോസ് മറ്റ് 2 പേരും അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ വീതിച്ച് സഹിക്കുകയാണ്. കാര്യം ബിസിനസ്സിൽ ഇനി വേറെ ആരുമില്ല, ഇവർ സഹിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവർ എന്തെയാണ്? വീതിച്ച് സഹിക്കുകയാണ്. ഇതിങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കേടാ, നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ ഓക്കെ നമുക്കിനി സാധാരണ പ്രൊസീജിയർ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. എങ്ങനെ ക്ലോസ് ചെയ്യും? ഇവർക്ക് ബാക്കി എത്ര കിട്ടാനുണ്ടോ അതിനെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കാണിച്ച് ക്ലോസ് ചെയ്യും. അത് ആദ്യം നമുക്കത് എവിടെ ചെയ്യാം? അക്കൗണ്ട് എവിടെ ക്ലോസ് ചെയ്യാം? നമ്മുടെ രാജുവിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. കാര്യം എന്തുകൊണ്ടാണ്? അയാൾക്ക് ക്യാഷ് ഒന്നും കിട്ടാനില്ല. അയാളെ ക്യാഷ് നമ്മൾ 0 ഇട്ടേക്കാണ്. പകരം എന്താ? അയാൾക്ക് ഉണ്ടാക്കി വെച്ച ലോസ് മറ്റ് 2 പേരും കൂടെ സഹിക്കുന്നു. നോക്കി, രാജുവിന് ഡെബിറ്റ് സൈഡിൽ എത്ര? 25,000 ഉണ്ടായിരുന്നു. ക്രെഡിറ്റിൽ എത്രയേ ഉള്ളൂ? 6,700 സംതിങ് ഉള്ളൂ. അതിൻ്റെ ഡിഫറൻസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 18,267. ഈ തുക ഇവരെങ്ങനെ കൊണ്ടുവരുന്നു? രവി അയാളുടെ ക്യാപിറ്റലിൽ നിന്ന് ഞാൻ ഇത്ര നഷ്ടം സഹിക്കാം എന്ന് പറയുന്നു. ലാലും ഇത്ര സഹിക്കാം. നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ നേരത്തെ കണ്ടായിരുന്നു. അങ്ങനെ ഇവർ വീതിച്ചെടുക്കുന്നു. ഈ സാധനം നമ്മൾ എവിടെയും കാണിക്കണം? ഇവരുടെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. അതായത് ഇത്രയും ക്ലെയിം ചെയ്യാൻ നിങ്ങൾ ആ ഒരു അർത്ഥം മനസ്സിലാക്കുക. 12,500 ബാലൻസ് ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ റിസർവിൻ്റെ ഷെയറായിട്ട് 12,000 ഉണ്ടായിരുന്നു. റിയലൈസേഷൻ പ്രോഫിറ്റായിട്ട് 8,200 ഉണ്ടായിരുന്നു. അതായത് 32,700 രൂപ ബിസിനസ്സിൽ നിന്ന് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? രവിക്കുണ്ടായിരുന്നു. എന്നാൽ കൂട്ടത്തിലൊരുത്തൻ നഷ്ടത്തിലായി പോയപ്പോൾ അവൻ ഉണ്ടാക്കി വെച്ച നഷ്ടം നമ്മൾ സഹിക്കാമെന്ന് പറഞ്ഞ് അയാൾക്ക് അർഹമായ 32,700 നിന്നാണ് അയാൾ എന്ത് വേണ്ടാന്ന് വയ്ക്കുന്നേ? ഈ 8,525 വേണ്ടാന്ന് വയ്ക്കുന്നേ. അപ്പോൾ ഈ 32,700 നിന്ന് ഈ 8,525 പോയിട്ട് ബാക്കിയുള്ള തുക മാത്രമേ അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ? ബിസിനസ്സിൽ നിന്ന് ക്യാഷായിട്ട് എടുക്കുന്നുള്ളൂ. അതേപോലെ നമ്മുടെ ലാൽ എന്ന് പറയുന്ന ആൾ 20,000 അയാൾക്ക് ക്യാപിറ്റൽ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ റിസർവിൻ്റെ ഷെയറായിട്ട് 8,000 ഉണ്ടായിരുന്നു. റിയലൈസേഷൻ പ്രോഫിറ്റ് ആയ 5,467 കിട്ടി. മൊത്തത്തിൽ ബിസിനസ്സിൽ അയാൾക്ക് എത്ര രൂപ ക്ലെയിം ചെയ്യാമായിരുന്നു? 33,467 ക്ലെയിം ചെയ്യാമായിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഒരാൾ നഷ്ടം ഉണ്ടാക്കി വയ്ക്കുകയും ആ നഷ്ടം വീട്ടാനുള്ള കഴിവ് അയാൾക്ക് ഇല്ലാതെ പോവുകയും ചെയ്തതുകൊണ്ട് നമ്മളെ ലാൽ എന്ത് ചെയ്യാണ്? എനിക്ക് കിട്ടേണ്ട 33,467 നിന്ന് ഈ 9,742 പോയിട്ട് ബാക്കി എനിക്ക് ക്യാഷായിട്ട് കിട്ടിയാൽ മതി എന്ന് പറയുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത്. പലരും അക്കൗണ്ടിൽ പഠിക്കുമ്പോൾ കാണാതെ പഠിച്ച് പോയിട്ട് കഥ മനസ്സിലാക്കാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഥ തന്നെ പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതേ കാര്യം നമ്മൾ എവിടെ ചെയ്യേണ്ട ആവശ്യമില്ല? രാജുവിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. രാജുവിന് ക്യാഷൊന്നുമില്ല. കാര്യം അയാൾ ഇങ്ങോട്ട് ക്യാഷ് തരാൻ വന്ന് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തീർത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വെൻ വി ക്ലോസ് അവർ ക്യാപിറ്റൽ അക്കൗണ്ട്, രവിക്കും ലാലിനും ഈ പറഞ്ഞ തുകകൾ കിട്ടുന്നു. രാജുവിന് ഒന്നും കിട്ടുന്നില്ല. അയാളെ കടം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ 3 സ്റ്റെപ്പുകളിലെ ആദ്യത്തെ സ്റ്റെപ്പ് റിയലൈസേഷൻ വരച്ചു. നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ വരച്ചു. ഇനി ക്യാഷ് അക്കൗണ്ട് വരച്ച് ക്യാഷ് അക്കൗണ്ട് ടാലി ആയാൽ നമ്മൾ ആൻസർ എന്തായി? കറക്റ്റായി. ഇത് നമുക്ക് കാണിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അധികം വലിച്ചു നീട്ടാതെ ഡയറക്റ്റ് ആൻസറിലേക്ക് തന്നെ പോവാണ്.
ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. റിയലൈസേഷനിൽ നിന്ന് കിട്ടിയ തുക നമ്മളിവിടെ എഴുതുന്നു ഡെബിറ്റ് സൈഡിൽ. നമ്മൾ ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിൻ്റെ റെസിപ്റ്റ് എല്ലാം ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്, പേയ്മെൻ്റ് എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി, നമുക്ക് അസറ്റ് വിറ്റ് കിട്ടിയ പൈസ എഴുതി. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, പിന്നെ 2500 രൂപ റിയലൈസേഷൻ എക്സ്പെൻസ് എഴുതിയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിന് 37,500 കൊടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റൽ ആയിരുന്ന രവിക്കും ലാലിനും ക്യാപിറ്റലിൽ ഉണ്ടായിരുന്ന ബാലൻസ് നമ്മൾ കൊടുത്തു. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്തായി, ടാലിയായി. ടാലി ആവുന്നതിൻ്റെ കാര്യം എന്താ, ഇനി നമ്മൾ ബിസിനസ്സിൽ ക്യാഷ് ബാലൻസ് ഒന്നുമില്ല, നമ്മൾ അടച്ചു പൂട്ടി പോവുകയല്ലേ. അതുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ടാലിയായി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർണർ വേഴ്സസ് മൊറേർ റൂളിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കഴിയുന്ന അത്രയും തവണ വീണ്ടും കാണുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, താങ്ക് യു.